ഒരു വസ്തു 320 രൂപയ്ക്ക് വിൽക്കുമ്പോൾ വ്യാപാരിക്ക് 20% നഷ്ടം സംഭവിച്ചു. അതിന് 20% ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ടോപ്പിക്കിൻ്റെ അണ്ടറിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യനൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അന്നേരമൊക്കെ നമ്മൾ പറഞ്ഞ സംഭവം എന്തായിരുന്നു? വാങ്ങിയ വില, വിറ്റ വില, ഈ രണ്ട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം വാങ്ങിയ വില എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ എന്താക്കുന്നത്? 100% കണക്കാക്കുന്നത്. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഒരു വസ്തു എത്രയോ ഒരു എമൗണ്ടിന് വാങ്ങിക്കുന്നു, അത് സെയിൽ ചെയ്യുന്നു, വിൽക്കുമ്പോൾ എന്ത് സംഭവിച്ചു? 20% നഷ്ടം സംഭവിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? വാങ്ങിയ വിലയായ 100% അതിൽ കിട്ടിയിട്ടില്ല. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 320 എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? 100% കിട്ടിയിട്ടില്ല, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ 20% നഷ്ടം സംഭവിക്കുകയും ചെയ്തു. അപ്പോൾ എന്തായിരിക്കും? 320 എന്ന് പറയുന്നത് 80% ആയിരിക്കും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം 320 എന്നുള്ളത് 80% ആണെങ്കിൽ 80% എന്ന് പറയുന്നത് 320 ആണെങ്കിൽ ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ? അതിന് 20% ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം? നിങ്ങൾ ആലോചിച്ച് നോക്കി. ലാഭം കിട്ടുക എന്ന് പറയുമ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? മിനിമം നമ്മൾ വാങ്ങിയ റേറ്റെങ്കിലും കിട്ടണം, അതിന് ശേഷം കിട്ടുന്നതാണ് ലാഭം. അപ്പോൾ അതിൻ്റെ അകത്ത് എന്താ? 100% എത്രയാണോ അത് കിട്ടുകയും ചെയ്യണം, പ്ലസ് 20% ലാഭം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 120% കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 80% 320 ആണെങ്കിൽ 120% എത്ര? ക്രോസ് ചെയ്യുക. 320 × 120 ഡിവൈഡ് ബൈ 80. 320 × 120 ഡിവൈഡ് ബൈ 80. നമ്മളെ ആൻസർ 480. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം നമ്മൾ മാക്സിമം ഓരോ വീഡിയോ വെച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. മാക്സിമം PSC പഠിക്കുന്ന മറ്റു കുട്ടികൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.